ഈ വർത്തമാനകാല ദിവസങ്ങളിലെ അല്ലെങ്കിൽ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കേട്ടതും കണ്ടതും അറിഞ്ഞതുമായ ചില വിഷയങ്ങളിൽ ഒന്നായിരുന്നു പ്രവാസിയായി ജയിലിൽ കഴിഞ്ഞിരുന്ന റഹീം എന്ന് പറയുന്ന ഒരു മലയാളിയുടെ മോചനത്തിന് വേണ്ടി മലയാളികൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 34 കോടിയോളം രൂപ വളരെ പെട്ടെന്ന് കളക്ട് ചെയ്ത് ആ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ സങ്കടവും കുടുംബത്തിൻ്റെ സങ്കടവുമൊക്കെ കേരളം ഒന്നാകെ ഏറ്റെടുക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മനുഷ്യർ, നമ്മുടെ ബോബി ചെമ്മണ്ണൂർ, പിന്നെ വിവിധ മാധ്യമങ്ങൾ, KMCC അടക്കമുള്ള പ്രവാസി സംഘടനകൾ, ഇത്തരം ആളുകൾ അടക്കമുള്ള ഒരുപാട് ആളുകൾ അതിൻ്റെ സംഘാടനത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമൊക്കെ മുന്നിൽ നിന്നപ്പോൾ സാധാരണക്കാരായ മനുഷ്യർ 100 രൂപ മുതൽ വലിയ തുക വരെ സംഭാവനകൾ നൽകിയതുകൊണ്ടാണ് ആ 34 കോടി രൂപയിലേക്ക് എത്തിയത്. അങ്ങനെ എത്തിയ ആ പ്രചരണത്തിൻ്റെ വേളയിലും പിന്നീടും അതിനുശേഷവും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് ഈ ക്രൂരത. അതായത് നിരപരാധിയായ ഒരു മനുഷ്യനെ ഇങ്ങനെ ജയിലിൽ അടച്ചിട്ട് ഇത്രയും കോടി രൂപ വാങ്ങിച്ചെടുക്കുന്ന ഒരു കുടുംബം, അത് അനുവദിക്കുന്ന കോടതി, അത് അനുഭവിക്കുന്ന വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് അതങ്ങ് പ്രവാചകനിലേക്കും ശരീഅത്തിലേക്കും ഒക്കെ എത്തിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ മുഹമ്മദ് നജാത്തി എന്ന് പറയുന്ന ഈ മേഖലയിൽ വളരെ ദീർഘകാലം പ്രവർത്തിച്ച പ്രവാസിയായിട്ടുള്ള ഒരു ഉത്തരവാദിത്വപ്പെട്ട ഉദ്യോഗസ്ഥനുമായി എനിക്ക് ബന്ധപ്പെടാൻ ഒരു അവസരം കിട്ടിയത്. അദ്ദേഹം സൗദി അറേബ്യയിലെ ഇമാം യൂണിവേഴ്സിറ്റിയിൽ തന്നെ വിദ്യാഭ്യാസം ചെയ്ത് ഏതാണ്ട് 24 വർഷക്കാലം അവിടെ ഈ സൗദി സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പിലും അതിലൂടെ ദമാം ക്രിമിനൽ കോടതിയിൽ ട്രാൻസ്ലേറ്ററായും അതിനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനൊക്കെയായി പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹം ഈ മേഖലയിൽ ദീർഘകാലമായി നിന്ന അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഈ പ്രവാസം തടവറകൾ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന ഒരു പുസ്തകവും അതോടൊപ്പം സൗദി പ്രവാസം ഒരു മുഖവുര എന്ന വിഷയത്തിൽ, അതായത് സൗദിയിലെ വ്യത്യസ്തങ്ങളായ നിയമങ്ങളെ സംബന്ധിച്ചുമൊക്കെ പുസ്തകം എഴുതിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് കുറച്ച് സമയം ഇരിക്കാൻ ലഭിച്ചത് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് ഗുണകരമാകും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹവുമായി സംസാരിക്കാമെന്ന് വിചാരിച്ചത്. നിങ്ങൾ പൂർണ്ണമായും കേൾക്കണം. കാരണം ഈ വിഷയത്തിൽ ഇനി ഇതിനപ്പുറത്ത് ഒരു ഒരു വ്യക്തത വരുത്താനായി ഒരു സോഴ്സ് നമുക്ക് ലഭിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ കിട്ടിയത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. സാർ നമസ്കാരം. ഈ പരിപാടിയിലേക്ക് സംസാരിക്കാൻ വേണ്ടി തിരക്കിനിടയിൽ വന്നതിന് പ്രത്യേകം നന്ദി. നമസ്കാരം. അസ്സലാമു അലൈക്കും. നമസ്കാരം സാർ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വളരെ നന്ദി സാർ. എനിക്ക് ആമുഖമായി അങ്ങയോട് ചോദിക്കാനുള്ളത്, ഈ അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു മലയാളിയായ അവിടെ ജയിലിൽ അകപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടി ഈ 34 കോടിയോളം രൂപ മലയാളികൾ സമാഹരിച്ച് ഇതാണ് കേരള സ്റ്റോറി എന്ന തരത്തിലേക്കൊക്കെയും പ്രചാരവേലയും ഒക്കെ നടത്തി ഈ പറയുന്ന പോലെ അഭിമാനപൂർവ്വം നിൽക്കുമ്പോൾ അങ്ങ് ഈ ദീർഘനാള് പ്രവാസിയായി ജീവിച്ച ഒരാളെന്നുള്ള നിലയിൽ എന്തായിരുന്നു അങ്ങക്ക് ആദ്യം വളരെ പെട്ടെന്ന് തോന്നിയത്? സാർ, വളരെ സന്തോഷകരവും വളരെ ആനന്ദകരവുമായ ഒരു നിമിഷങ്ങളിലൂടെയും സമയങ്ങളിലൂടെയും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കും. ലോകം തന്നെ നമ്മുടെ മലയാളികളുടെ നന്മ മനസ്സിനെ അങ്ങേയറ്റം പ്രശംസിക്കുകയും അതിൽ പങ്കാളിയായ സാറ് പറഞ്ഞതുപോലെ ചെറിയ സാധാരണക്കാരൻ മുതൽ വലിയ വലിയ ആളുകൾ വരെ അതിൽ പങ്കാളിയായി അതിലേക്ക് ക്യാഷ് നിക്ഷേപിച്ചുകൊണ്ട് വളരെ ദ്രുതഗതിയിൽ തന്നെ അത് സമാഹരിക്കാൻ കഴിയുകയും അതിന്റെ ബന്ധപ്പെട്ട വളരെ സ്പീഡപ്പിൽ തന്നെ നിയമവൃത്തങ്ങളുമായി നമ്മൾ സമ്പാദിച്ച കാര്യത്തെ അറിയിക്കുകയും ചെയ്തു. അത് മലയാളിയുടെ മനസ്സിനെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ആ മലയാളി മനസ്സ് എല്ലാവർക്കും ഒരു ഗുണകരവും കൂടിയാണ്. കാരണം ഈ വിഷയം, അബ്ദുറഹീമിന്റെ വിഷയം എന്നുള്ളത് നീണ്ട 18 വർഷമായി ജയിലിൽ കിടക്കുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. അതിലൊരു കാര്യം കൂടി ഞാൻ സാറിനോട് ചോദിച്ചോട്ടെ ഇതിന്റെ ഇടയിൽ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ചിലർക്കെങ്കിലും ഒക്കെ ചില സംശയങ്ങൾ ഒറ്റപ്പെട്ട നിലയിൽ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ നാട്ടിൽ സമാഹരിച്ച ഈ തുക അവിടേക്ക് കൈമാറാൻ കഴിയുമോ? അതിനെന്തെങ്കിലും ഈ ബാങ്കിങ് ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളുണ്ട്. എന്താണ് സാറിന്റെ അഭിപ്രായം? അല്ല സാർ, അത് നമ്മുടെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് ഇത്തരം കേസുകളിലൊക്കെ നമ്മൾ മുമ്പ് ഉള്ള കേസുകളിലും ഇതേപോലെ കൈമാറ്റം നടന്നിട്ടുണ്ട്. അത് സുതാര്യമാണ്. കാരണം വിദേശകാര്യ മന്ത്രാലയം വഴി ഇന്ത്യൻ എംബസി
പിന്നെ അവിടുത്തെ ഈ വധിക്കപ്പെട്ട ആളുടെ കുടുംബത്തിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് അവരുടെ ഗവർണറേറ്റിൽ നിന്ന് പ്രത്യേക പെർമിഷനോട് കൂടിയാണ് അവിടെ അക്കൗണ്ട് തുടങ്ങുന്നത്. അത് ദിയ അക്കൗണ്ട് ആണ്. ആ ദിയ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നതോട് കൂടിയാണ് നമ്മുടെ ഈ കൈമാറ്റം സാധ്യമാകുന്നത്. അത് എംബസി പ്രൊസീജിയർ വളരെ സുതാര്യവും വളരെ ലളിതവും എന്നാൽ വളരെ വ്യവസ്ഥാപിതവുമാണ്. ഇതിൽ ഒരു കാര്യം കൂടി വ്യക്തത വരുത്താനുള്ളത്, ചിലർക്കെങ്കിലുമൊക്കെ തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഈ തുക വിധിച്ചത് കോടതിയാണോ, അല്ലെങ്കിൽ സർക്കാരാണോ, അല്ലെങ്കിൽ ആ ഭരണകൂടമാണോ, അല്ലെങ്കിൽ അതിന് പുറത്തുള്ള ഒരു സംഗതിയാണോ? എന്താണ് ഈ തുകയിലേക്ക് എത്തുന്നതിനുള്ള ഒരു സംഗതി? അതുകൂടാതെ ചിലർ പറയുന്നുണ്ട്, ഇപ്പൊ ഈ അടുത്ത സമയത്തായി ഈ ബ്ലഡ് മണി ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്നത് 5 ലക്ഷം ദിർഹം, 5 ലക്ഷം റിയാലോ മറ്റോ അതിൽ കൂടാൻ പാടില്ലെന്നൊക്കെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിലൊന്ന് വ്യക്തത വരുത്താമോ? സാർ അത് അത് നിയമത്തെ കുറിച്ചുള്ള ഒരു അജ്ഞതയാണ്. യഥാർത്ഥത്തിൽ ഈ തുക വിധിക്കുന്നതിൽ കോടതികൾക്ക് യാതൊരു അധികാരവുമില്ല. അത് നമ്മൾ പുറത്തു നിന്ന് വധിക്കപ്പെട്ട കുട്ടിയുടെ സാർ അനങ്ങല്ലേ, ചലിക്കല്ലേ, ചലിച്ച വീഡിയോ ഷേക്കാവും. പറഞ്ഞോളൂ. വധിക്കപ്പെട്ട കുട്ടിയുടെ കുടുംബങ്ങളുമായിട്ട് നമ്മൾ പുറത്തു നിന്നുള്ള ഒരു വ്യവസ്ഥാപിതമായ ഒരു കോംപ്രമൈസിലൂടെയാണ് ഈ തുക. അത് എത്ര വേണമെങ്കിലും അവർക്ക് ആവശ്യപ്പെടാം. അതായത് ദിയക്ക് സൗദി അറേബ്യയിൽ പരിധിയൊന്നും ഇതുവരെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാറ് പറഞ്ഞത് ഏത് ഷൂറ കൗൺസിൽ പോലുള്ള, പക്ഷേ സൗദിയിൽ നിയമപരമായിട്ട് ഇതുവരെ അത് നിലനിൽപ്പുണ്ടായിട്ടില്ല. കാരണം അവിടെ ഒരു സാറിനറിയാം, അവിടെ ഒരാള് നമ്മുടെ ഇത്തരം കാര്യങ്ങളിൽ വധിക്കപ്പെട്ടാൽ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, സ്വമേധയാ മാപ്പ് കൊടുക്കുക. 2, അവർ പറയുന്ന ദിയാദനം നൽകി മാപ്പ് കൊടുക്കുക. പക്ഷെ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് മനഃപൂർവമായ ഹത്യക്കാണെങ്കിൽ 5 വർഷം നിർബന്ധമായും അയാൾ ജയിൽ കിടന്നിരിക്കണം എന്നുള്ളത് സൗദി ഗവൺമെന്റിന്റെ പ്രോസിക്യൂഷൻ സൈഡിലുള്ള ശിക്ഷാവിധിയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇക്കാര്യങ്ങളിലേക്കൊക്കെ പോകുക. അപ്പൊ തുക വിധിക്കുന്നതിൽ കോടതിക്ക് യാതൊരു പങ്കുമില്ല. ഈ തുക വിധിക്കാനായിട്ട് ഈ കേസ് ഒരു പ്രത്യേകമായ കേസാണ് സാർ. ഈ കേസ് ഇതിന്റെ ലാസ്റ്റ് ഘട്ടത്തിൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് ഇതിലേക്കുള്ള ഒരു ചുവടുവെപ്പ് എന്നുള്ള രൂപത്തിൽ വലിയൊരു ചുവടുവെപ്പ് ഉണ്ടായത്. അതുവരെ ഇത് നിരന്തരമായ ചർച്ചകൾക്കൊടുവിൽ നിരന്തരമായി ഒരുപാട് ആളുകൾ ഇടപെട്ട്, ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ, ജീവകാരുണ്യ പ്രവർത്തകർ, പത്രപ്രവർത്തകർ, ഒരുപാട് കാരുണ്യകുതികളായ മനുഷ്യരൊക്കെ ഇടപെട്ട് അവസാനം ഈ ഓഗസ്റ്റിലാണ് ഇത് ശുഭകരമായ ഒരു വാർത്തയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചത്. യഥാർത്ഥത്തിൽ ഇപ്പോ പറയുന്ന ഒരു സംഗതിയുണ്ട്. ഈ പലപ്പോഴും ഇതിന്റെ ഈ സാമ്പത്തിക സമാഹരണം നടക്കുന്ന വേളയിലും ഇതിന്റെ ഒരു സംഗതിയൊക്കെ വരുമ്പോൾ വളരെ നിരപരാധിയായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ, അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ ഒരു ഡൈവേർഷൻ എടുത്തിട്ട് പറയുന്നത്, ഒരു അബദ്ധത്തിൽ എന്തോ സംഭവിച്ചു പോയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ ഇത്തരത്തിൽ ഇങ്ങനെ ജയിലിൽ അടച്ച് ഇങ്ങനെ ചെയ്യുകയായിരുന്നു എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് എത്തപ്പെടുമ്പോൾ അവിടുത്തെ കോടതിയും അതോടൊപ്പം തന്നെ അതിൻ്റെ വ്യവസ്ഥയും ആ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ മേലുമൊക്കെ അതിൻ്റെ ഒരു നിഴൽ വീഴുന്നുണ്ട്, അല്ലെങ്കിൽ ചിലർ ബോധപൂർവം ആ നിഴൽ വീഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എന്താണ് അതിൻ്റെ ഒരു വസ്തുതാപരമായ സത്യം? ഇതിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇടപെടുകയോ, പിന്നെ ഒരു ഉത്തരവാദിത്വമുള്ള പോസ്റ്റിൽ, പ്രത്യേകിച്ച് ദമാം ക്രിമിനൽ കോടതിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും മറ്റ് സാധാരണക്കാർക്ക് അറിയാവുന്നതിനേക്കാൾ കുറച്ചുകൂടി ഇൻഫർമേഷൻ താങ്കൾക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നിടത്തോളം അതെന്താണെന്നുള്ളതൊന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. സാർ, നമ്മൾ ആ കാര്യത്തിൽ സാർ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ നമ്മുടെ നിയമസഹായ സമിതി രൂപം നൽകുകയും അത് ഏകോപിപ്പിക്കാനും ഏകീകരിക്കാനും നമ്മൾ ഇത് ഫസ്റ്റ് തന്നെ, ഞാൻ ആ റിയാദിൽ രൂപം കൊണ്ട നിയമസഹായ സമിതിയിലെ ഒരു മെമ്പറാണ്. ഞാൻ ഇതിൽ യഥാർത്ഥത്തിൽ ഇതിന്റെ അവസാന വേദിയിലാണ് ഞാൻ ഈ അഡ്വക്കേറ്റുമാരുമായിട്ട് ഈ സംഗതി ഒരു സ്റ്റോപ്പ് ചെയ്തിരുന്നു. അതായത് കോംപ്രമൈസിന് ഒരു വേദിയില്ല, സന്ധിക്കൊരു വേദിയില്ല, അവന് വധശിക്ഷ നടപ്പിലാക്കിയേ പറ്റൂ എന്ന് ഈ വധിക്കപ്പെട്ട അനസിന്റെ കുടുംബം വളരെ ശക്തമായിട്ട് ഉറപ്പിച്ചു നിന്ന ഒരു വേളയിലാണ് എന്റെ സഹായം തേടിയത്. കാരണം ഞാൻ അവിടെ അങ്ങനെ നമ്മൾ നീണ്ട ഒരു ചർച്ചക്കൊടുവിലാണ് ആ ഇതിലേക്ക് ഞാൻ വരാം സാർ. പറയുന്നത് സാർ, ആ ചർച്ച എന്നുള്ളത് തന്നെ, ദിയ എന്നുള്ളത് തന്നെ സൗദി അറേബ്യ നൽകുന്ന വിശാലമായ കാരുണ്യത്തിന്റെ ഒരു അംശമാണ്. ഇത് ദിയ കൊടുത്താൽ മോചിപ്പിക്കപ്പെടാമെന്നുള്ളത്.
അപ്പം അവിടെയാണ് നമ്മൾ ഈ ദിയ എന്നുള്ളത് അവർ കൂടുതൽ ചോദിച്ചു എന്നുള്ളതിൽ നമ്മൾക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഇന്ത്യൻ ആളുകളിൽ നിന്ന് നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം ഈ ചർച്ചയിൽ ആവശ്യപ്പെട്ടതാണ്. ആ കുടുംബം വളരെയധികം ദരിദ്രരാണ്. അതുപോലെ ഇന്ത്യൻ എംബസിയും സമാഹരിച്ച ഒരു തുകയൊന്നുമല്ല. ഇത് ഞങ്ങൾ സമാഹരിക്കുന്നത് പാവപ്പെട്ടവരിൽ നിന്നാണ്. പക്ഷേ ആ കുടുംബം ഒരിക്കലും ദിയയിൽ നിന്ന് അയയാൻ സാധിച്ചില്ല. ആദ്യം നമ്മൾ 5-ൽ നിന്ന് തുടങ്ങി 6, 7 അങ്ങനെ നമ്മൾ കൊടുത്തപ്പോഴും അതുപോലെ അത് കുറക്കാൻ വേണ്ടി നല്ല ഒരുപാട് ആളുകൾ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അവരതിൽ നിന്ന് പിന്മാറുകയും ഞങ്ങൾ വധശിക്ഷ തന്നെ വേണമെന്ന് ഉറപ്പിച്ചു നിൽക്കുകയും ചെയ്തു. പക്ഷെ പിന്നീടാണ് അവർ ചോദിച്ച ദിയാധനം 15 മില്യണിലേക്ക് നമ്മൾ ഉറച്ചു നിന്നത്. പക്ഷേ സാറ് മനസ്സിലാക്കുകയും നമ്മുടെ ശ്രോതാക്കൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യം ഈ കാര്യം വന്നതോടുകൂടിയാണ് അഭിപ്രായ വ്യത്യാസങ്ങളുടെ യഥാർത്ഥത്തിൽ സൗദി അറേബ്യയിലെ അബദ്ധവശാലുള്ള കൊലപാതകങ്ങളും മനഃപൂർവ്വമുള്ള കൊലപാതകങ്ങളും രണ്ടാണ്. കേസുകൾ പോലും കോടതികളിൽ വരുന്ന അങ്ങനെയാണ്. അബദ്ധവശാലുള്ള കൊലപാതകങ്ങളിൽ എത്രയോ പ്രതികളെ വെറുതെ വിട്ടിട്ടില്ല കോടതികൾ. ഇത് കോടതി കണ്ടെത്തിയ ഒരു സംഗതി എന്നുള്ളത് സാർ, റഹീം എന്നുള്ളത് 2006 നവംബർ 28-ലാണ് പ്രവാസത്തിലേക്ക് വരുന്നത്. അദ്ദേഹം ഈ കാര്യം 1 മാസത്തിനുള്ളിലാണ് സംഭവിക്കുന്നത്. അതായത് ഡിസംബർ 24-നാണ് ഈ കൃത്യം നിർവഹിക്കുന്നത്. ആ ഡിസംബർ 24-ന് കൃത്യം നിർവഹിച്ചപ്പോൾ അദ്ദേഹം പ്രവാസത്തിൽ 1 മാസം പൂർത്തീകരിച്ചിട്ടില്ല. സൗദി അറേബ്യയിലെ നിയമങ്ങളെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുമില്ല, ഒരു ബോധമല്ല. കാരണം ഒരു സാധാരണക്കാരനായ ഒരു ഹൗസ് ഡ്രൈവർ മാത്രമാണ്. അപ്പോ ഇത് അനസിന്റെ കൈ തട്ടി സംഭവിച്ചതാണോ? അല്ല. അനസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങള് അത് അനസിന് വിനയായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ശിക്ഷിക്കപ്പെടാൻ കാരണം ആ മൊഴി മാത്രമല്ല, അനസിന്റെ കുറ്റസമ്മത മൊഴി. രണ്ടാമത് സാർ മനസ്സിലാക്കേണ്ടത്, അത് ഞാൻ ഇവിടെ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അബ്ദുറഹീം മോചിതനാവണം എന്നുള്ളത് നമ്മുടെ എല്ലാവരെയും ആവശ്യം. അതിനു വേണ്ടി നമ്മൾ നിരാന്ത ജാഗ്രതയാണ്. പക്ഷെ നിയമവ്യവസ്ഥക്ക് മുമ്പിൽ അബ്ദുറഹീം കുറ്റക്കാരനായത് അബ്ദുറഹീമിന്റെ കുറ്റസമ്മത മൊഴി മാത്രമല്ല, അതിനെ സാധൂകരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മെഡിക്കൽ റിപ്പോർട്ടും ഈ അബ്ദുറഹീമിനെതിരാണ് എന്നുള്ളതാണ്. അപ്പോ അതില് സാറോട് ചെറിയ ഒരു അടിപിടി അവിടെ നടന്നു. അത് ആ ജഡ്ജ്മെന്റ് തന്നെ വളരെ വ്യക്തമാണ്. ആ അടിപിടിയിൽ 1-മത്തെയും 2-മത്തെയും അടിയിൽ കുട്ടി മരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാര്യങ്ങൾ. അപ്പം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരിക്കാനാണോ അടിച്ചത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് സാർ. അതിലേക്ക് ഞാൻ കൂടുതൽ പറയുന്നില്ല, അറിയാലോ. അപ്പം അത് കോടതി കണ്ടെത്തിയത് ഒരു അബദ്ധവശാൽ സംഭവിച്ച ഒരു കാര്യമാണ് എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് നിർത്തേണ്ടിയിരുന്നു എന്നുള്ള രൂപത്തിലാണ് കോടതിയുടെ നിഗമനം അതിലുള്ളത്. അങ്ങനെ പറഞ്ഞു വരുമ്പോഴും ഞാനൊന്ന് ഇടയ്ക്ക് ഇന്റർവ്യൂ ചെയ്തോട്ടെ. എനിക്ക് ലഭിച്ച അന്നത്തെ ഒരു പത്രവാർത്തയിൽ, വിധി വന്ന പത്രവാർത്തയിൽ, ഈ ജീവൻ നഷ്ടപ്പെടുന്നത് വരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്ന തരത്തിലൊരു വാർത്ത കാണാനിടയായി. ഇതിനിടയിൽ ചില വാർത്തകളിൽ പറയുന്നത് തുപ്പിയപ്പോൾ തിരിഞ്ഞടിച്ചു, ഓക്സിജന്റെ ട്യൂബ് മാറി എന്നൊക്കെ പറയുന്നതാണ്. അങ്ങീ പറയുന്നത് പോലെ അതിൻ്റെ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും ഒക്കെ പോയില്ലെങ്കിലും ചില കാര്യങ്ങളെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് പിന്നെ വ്യക്തതയോടെ പങ്കുവെക്കാൻ അങ്ങ് തയ്യാറാകുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറ്റസമ്മത മൊഴി മാത്രമല്ല, സാഹചര്യ തെളിവുകൾ മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ബാക്കിയുള്ള സംഗതികളുമെല്ലാം ഇത് ആസൂത്രിതമായി ചെയ്തതാണ് എന്ന് ബോധ്യപ്പെടുന്ന വണ്ണമുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് അങ്ങയുടെ വാദം, അല്ലെ? അങ്ങ് പറഞ്ഞത് വിശദാംശങ്ങൾ പറയാതെ, ശരിയല്ലേ? യഥാർത്ഥത്തിൽ കോടതി ഭാഷയിൽ സ്റ്റാർ പറഞ്ഞത് ശരിയാണ്. കോടതി വളരെ അധികം ശക്തമായ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ജഡ്ജ്മെന്റിലേക്ക് കടന്നത്. നമ്മൾക്കറിയാം, 3 ജഡ്ജിമാർ, സൗദി അറേബ്യയുടെ ഒരു നിയമപരമായ 3 ജഡ്ജിമാരാണ് ഒരു കേസ് പഠിക്കുക, ഡിവിഷൻ ബെഞ്ച്. ആ കേസ് പഠിക്കുമ്പോൾ പ്രതിയുടെ എല്ലാ അവകാശങ്ങളും അവിടെ സംരക്ഷിക്കും. 2-ൽ കൂടുതലോ അല്ലെങ്കിൽ 2 പേര് നിർബന്ധമായും പ്രതിയുടെ ഭാഷ അറിയുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. അതിന് ആ പ്രതിക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ ഭാഷ ഈ പരിഭാഷകരിൽ ഉണ്ടെങ്കിൽ അത് മാറ്റാനും, അത് വേറെ ആളുകളെ മാറ്റാൻ പോലും പ്രതിക്ക് അവകാശമുണ്ട് സൗദി അറേബ്യയിലെ നിയമവ്യവസ്ഥയിൽ. ഓക്കെ. അതായത്
എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പ്രതി എന്താകാൻ പാടുള്ളൂ, മറുപടി പറയാൻ പാടുള്ളൂ. പക്ഷേ അനസിന്റെ വിഷയത്തില് അത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അനസ് തന്നെയാണ് അതിന്റെ കുറ്റക്കാരൻ. ഒരിക്കലും അത് നിയമമല്ല. നിയമം ഒരിക്കലും അനസിനോട് ഒരു കുറ്റം ചെയ്തിട്ടില്ല. റഹീം. റഹീം അതെ, റഹീം അല്ല കുറ്റക്കാർ. എന്താ, നിയമം ഒരിക്കലും റഹീമിനോട് എന്താക്കിയിട്ടില്ല, അതിക്രമം പ്രവർത്തിച്ചിട്ടില്ല. റഹീം പോലും ഈ ഒന്നാമത്തത് അജ്ഞത കൊണ്ടോ എന്നറിയില്ല, എന്തായിരുന്നാലും ഒന്നിലധികം ജഡ്ജിമാരുടെ മുമ്പിൽ കുറ്റസമ്മത മൊഴി റഹീം കൊടുത്തു എന്നുള്ളത് വളരെ വ്യക്തത. അതിന് ഉപോത്ഭകമായ സാഹചര്യ തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും മെഡിക്കൽ റിപ്പോർട്ടുകളും അത് സാധൂകരിക്കുന്നതും. അങ്ങനെയാണ് അത് ഒരു എല്ലാ കുറ്റവാളികൾക്കും നൽകുന്ന എല്ലാ പരിരക്ഷയും സംരക്ഷണവും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും ഇക്കാര്യത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ അത് എത്രത്തോളം അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്നുള്ളത് നമ്മൾക്കറിയില്ല. എന്തായിരുന്നാലും ഇതിന്റെ ആദ്യം മുതൽ ഇന്ത്യൻ എംബസിയും നമ്മളെ ജീവകാരുണ്യ പ്രവർത്തകരൊക്കെ സജീവമായി അനസിന് നിയമ സഹായം നൽകാൻ മുന്നിലുണ്ടായിരുന്നു എന്നുള്ള വസ്തുത കൂടി സാറോട് സന്തോഷപൂർവ്വം പങ്കുവെച്ചു. ഇതിൽ ഒരു കാര്യം കൂടിയുള്ളത്, 2 ഇൻസിഡന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ ഹിയർസേ ആയി പരാമർശിക്കുന്നുണ്ട്. ഒന്ന്, ഇദ്ദേഹത്തോടൊപ്പം മറ്റൊരാൾ കൂടി ഈ കുറ്റകൃത്യത്തിന്റെ ഏതോ സ്റ്റേജിൽ പങ്കെടുത്തിരുന്നു, അദ്ദേഹത്തെയും ഇതുപോലെ തന്നെ വിധിച്ചതായിരുന്നു. പിന്നെന്തോ അദ്ദേഹം വിചാരണ വേളയിൽ അദ്ദേഹത്തിന്റെ വകുപ്പ് മാറുകയോ അല്ലെങ്കിൽ അതിലേക്ക് വരികയോ മറ്റോ ചെയ്തു. ഇതിന് കൂടാതെ മറ്റൊരു കാര്യം കേട്ടത്, ഈ അനസിന്റെ, അതായത് ഈ കൊല്ലപ്പെട്ട അനസിന്റെ പിന്നെ കിടക്കയിലോ മറ്റോ എന്തോ ഒരു തീപിടുത്തമോ ഏതാണ്ട് ഒരു ഫയറോ എങ്ങനെയോ ഉണ്ടായി, അതൊക്കെ ഇതുമായി പലതരത്തിൽ ലിങ്ക് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുന്ന ചില വാർത്തകളും കേൾക്കുന്നുണ്ട്. അത് വളരെ ശരിയാണ് സാർ. അത് ജഡ്ജ്മെന്റിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സത്യം തന്നെയാണ്. കാരണം അതൊരു സത്യം സംസാരിക്കുന്ന സംഗതിയാണ്. അത് എത്രത്തോളം അനസ് ഒരാളുടെ സഹായം തേടി, ആ ആള് സഹായം തേടിയപ്പോൾ ആ ആള് തന്നെ ഒന്നിലധികം തവണ പോലീസിനെ വിളിക്കാനും ആംബുലൻസ് വിളിക്കാനും പറഞ്ഞതായിട്ട് ജഡ്ജ്മെന്റ് പറയുന്നുണ്ട്. പക്ഷേ അത് ആരും ഉൾക്കൊണ്ടില്ല. അബ്ദുറഹീം ഉൾക്കൊണ്ടില്ല. അബ്ദുറഹീമാണ് സഹായം തേടി, നിങ്ങൾക്കറിയാലോ. അപ്പൊ അത് ഉൾക്കൊണ്ടില്ല. അങ്ങനെ അവസാനം അതിൽ ചെറിയ ഒരു സംഗതി, ഇതാരോ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായിട്ട് അത് ആവിഷ്കരിക്കുകയും അതിനുവേണ്ടി ചില തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ച് ഒക്കെ ഇരിക്കുകയും ചെയ്ത വേളയിലാണ് പോലീസ് എത്തി ഇവിടെ കസ്റ്റഡിയിലെടുക്കുന്നത്. അപ്പോ ഈ സഹായിക്കാൻ വേണ്ട കക്ഷി ശിക്ഷിക്കപ്പെട്ടത് ചിലപ്പോൾ 8 or 10 വർഷം. സൗദി അറേബ്യയിലെ നിയമം ഏതൊരു വലിയ എന്ത് കാര്യങ്ങളും ക്രിമിനൽ സംഭവങ്ങളൊക്കെ മറച്ചു വെച്ചാൽ അത് ക്രിമിനൽ കേസിൽ പങ്കാളിയായവന്റെ ശിക്ഷ ഉണ്ട്. കേസിന്റെ ഗൗരവം അനുസരിച്ച്, അതായത് പോലീസുകാരനെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും അറിയിക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ അത് മറച്ചു വെച്ചാൽ ആ കുറ്റകൃത്യത്തിൽ പങ്കാളിയായവന്റെ ശിക്ഷ അവന് കൂടി ലഭിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാവണം അദ്ദേഹത്തിന് 10 വർഷമോ 8 വർഷം ശിക്ഷ വിധിച്ച് അദ്ദേഹം നാട്ടിലെത്തിയത്. ഓക്കെ. പിന്നെ ഈ പറയുന്നത് പോലെ അപ്പൊ അങ്ങ് ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ വിചാരണ വേളയിലോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് പോലെ അബദ്ധമെന്നോ ജുഡീഷ്യറിയുടെ ഒരു വീഴ്ചയോ ഒന്നും ഇതിനകത്ത് പ്രത്യേകമായി പിന്നെ നമുക്ക് എടുത്ത് പറയാൻ, അല്ലെങ്കിൽ അങ്ങയുടെ ഈ പരിചയത്തിൽ വെച്ചോ ഈ സർവീസ് വെച്ചിട്ടോ അങ്ങനെ സാധ്യമല്ല. സാർ, ഒരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കി. നമ്മുടെ 2 നിയമവ്യവസ്ഥകളും തമ്മിൽ ചില അന്തരങ്ങളുണ്ട്. ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്തു, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മൊഴിയിൽ അയാൾ കുറ്റസമ്മതം നടത്തി. ആ കുറ്റസമ്മത മൊഴി അതാത് പ്രവിശ്യയിലെ ക്രിമിനൽ കോടതികളുടെ ജഡ്ജിമാരുടെ മുമ്പിൽ വെച്ച് സത്യമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് സത്യമാണ് ആ മൊഴി എന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ, പിന്നെ അതിൽ നിന്ന് എന്തുണ്ടെങ്കിലും ആ മൊഴി മാറ്റാനുള്ള അധികാരം സൗദിയുടെ നിയമപരിധിക്കുള്ളിലില്ല. അതായത് ആദ്യ കുറ്റസമ്മതം നടത്തിയാൽ പിന്നീട് ആ കുറ്റസമ്മത മൊഴിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ സൗദി അറേബ്യയുടെ നിയമവ്യവസ്ഥ നമ്മൾക്ക് അനുവാദം നൽകുന്നില്ല. അതുകൊണ്ട് ആ കുറ്റസമ്മത മൊഴി വളരെയധികം വസ്തുതാപരമായ ഒരു സത്യമാണ്. ആ കുറ്റസമ്മത മൊഴി ഒരുപക്ഷെ ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേവലം 1 മാസം മാത്രം സമയമുള്ള ഒരാൾ എന്തെങ്കിലും പരിഭ്രാന്തിയിൽ ചെയ്യാത്തതാണെങ്കിൽ പോലും സമ്മതിച്ചേക്കാൻ, നമ്മുടെ നാട്ടിലെ പോലെയൊക്കെയുള്ള എന്തെങ്കിലും കാണുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിരിക്കുമോ? അങ്ങനെ ആ മൊഴി അടിസ്ഥാനത്തിൽ മാത്രം ശിക്ഷിക്കുമ്പോൾ അതൊരു നീതിയാവുമോ?
അല്ല, ആ കുറ്റസമ്മത മൊഴിയിൽ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് ഇതിലാരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയോ നിർബന്ധിച്ച് കുറ്റം ഏറ്റെടുപ്പിച്ചതാണോ എന്നുള്ള സാക്ഷികളെ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു സാർ. പക്ഷെ അതിന് എത്രത്തോളം ഒരു പ്രതിയുടെ ഭാഗത്ത് കഴിയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് അത്രത്തോളം അയാൾക്ക് ആരെങ്കിലും ഇത് കാണുന്നില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ചില നിയമപരമായ കാര്യങ്ങൾ കൂടി എന്തുണ്ട് അതിലടങ്ങിയിട്ടുണ്ട്. അല്ല, അങ്ങ് ഈ ജഡ്ജ്മെന്റ് ഒക്കെ വായിച്ച ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഒരു മാസത്തിനിടയ്ക്ക് ഈ അനസ് എന്ന് പറയുന്ന ഒരു ശാരീരികമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഉള്ള ഒരാളിനോട് ഈ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കത്തക്ക രീതിയിൽ ഒരു പക തോന്നാൻ അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം തോന്നാനുള്ള കാരണങ്ങൾ എന്താണെന്ന് ആ ജഡ്ജ്മെന്റിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ? സാർ, ഞാൻ സാറെ അത്ഭുതപ്പെടുത്തിയ അതേ കാര്യം തന്നെയാണ് എന്നെ അത്ഭുതം. ഒരു 10 വർഷത്തെ നിരന്തരമായ അവിടെ പാരമ്പര്യമൊക്കെ ഉള്ള ഒരാളുടെ പോലെയാണ് ആ ജഡ്ജ്മെന്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുക. അനസിന് ആകെ ഏകദേശം 1 മാസേ ആയിട്ടുള്ളൂ, അറിയില്ല. അപ്പം അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് വന്നത് എന്നുള്ളതിൽ എനിക്കും അത് വായിച്ചപ്പോഴും എനിക്കും അതിൽ എന്തില്ല ഒരു വ്യക്തത വന്നിട്ടില്ല. അത് ചിലപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് അബ്ദുറഹീമിന്റെ അജ്ഞത കൊണ്ടായേക്കാം, അല്ലെങ്കിൽ നിയമത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു അജ്ഞത ഉണ്ടല്ലോ, ഇത്തരം കാര്യങ്ങളൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല എന്നുള്ള ഒരു ചിന്തയായേക്കാം അതിലേക്ക് നയിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സാർ. ഈ അനസ് തുപ്പി, ഈ കൊല്ലപ്പെട്ട അനസ് തുപ്പി അല്ലെങ്കിൽ അനസ് ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നത് എന്താണ് ശരിക്കും? ഈ അനസിന്റെ ഒരു കണ്ടീഷൻ എന്തായിരുന്നു സാർ? ഞാൻ അനസിന്റെ ഭാഗത്ത് നിന്ന് ഒന്ന് സംസാരിക്കട്ടെ. അനസിന്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചാൽ അനസിനെ പരിചരിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നവരാണ്. അനസിനെ പരിചരിക്കുക എന്നുള്ള ഒരു ജോലി മാത്രമാണ് അബ്രാഹിമിനുള്ളത്. അദ്ദേഹം പിന്നെ ഒരു ആക്സിഡന്റിൽ വളരെയധികം പ്രശ്നം പറ്റി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചലനശേഷി ഇല്ലാത്ത ഒരാൾ. നിങ്ങൾക്ക് വണ്ടിയിൽ ഘടിപ്പിച്ച ശ്വാസം കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്. കാരണം നമ്മൾ ഈ വിഷയത്തില് ഞാൻ നമ്മുടെ ഈ കോംപ്രമൈസിലേക്ക് എത്തപ്പെടാൻ വേണ്ടി നിരന്തര ശ്രമങ്ങൾ ഉണ്ടായപ്പോ ഈ അനസിന്റെ ഉമ്മ നിരന്തരമായിട്ട് ഇതിനെ ശക്തമായിട്ട് എതിർത്തിരുന്നു. ഒരുപാട് എന്താണ് ഒരിക്കലും അതിന് സാധിക്കില്ല, അങ്ങനെ തന്നെ ആവണം എന്റെ കുട്ടിയെന്ന്. കാരണം ആ മാതാവിന് ആ കുട്ടിയോട് മറ്റു കുട്ടികളോടില്ലാത്ത ഒരു അമിതമായ സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോ ആ അമിതമായ സ്നേഹം കൂടിയാണ് എന്ത് നിർബന്ധമായിട്ടും അവരെ പ്രകോപിച്ചിട്ടുണ്ടാകുക. ഒന്ന്. രണ്ടാമത്തത്, ഞങ്ങൾ ലാസ്റ്റ് വേളയിൽ ഈ ചർച്ചകളൊക്കെ അലസിപ്പിരിഞ്ഞൊരു വേളയിൽ ഇതിന്റെ ദിയാദനവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരുടെ വക്കീലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കാര്യം, ഞങ്ങൾ നിങ്ങൾക്ക് സ്വമേധയാ മാപ്പ് തന്നിരുന്നു. ആ കുടുംബം പറഞ്ഞത് ആ വക്കീൽ, നമ്മുടെ പ്രതിഭാഗം വക്കീൽ നമ്മളോട് എടുത്തു പറഞ്ഞു. എങ്ങനെയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അബദ്ധത്തിൽ പറ്റിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് മാപ്പ് തരും എന്ന് പ്രതിഭാഗം വക്കീൽ ഞങ്ങളുടെ നിയമസഹായ വേദിയോട് പറഞ്ഞു. മനസ്സിലായി? പക്ഷെ നിങ്ങൾ അതിൽ ഇത്തരം ഒരു നാടകത്തിലൂടെ പോയത് കൊണ്ടാണ് അവരെ പ്രകോപിപ്പിച്ചത് എന്ന് നമ്മൾക്ക് ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ശരിക്കും ഈ അനസിന് ഈ അബ്ദുൾ റഹീമിനെ ഉപദ്രവിക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടോ? ഇല്ല, അതൊന്നും ശരിയല്ല. അനസ് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. ഇനി തുപ്പാൻ കഴിയുമോ എന്നുള്ളത് എനിക്കറിയില്ല, കാരണം ഈ ഘടിപ്പിച്ച സംഗതികളൊക്കെ ഉണ്ടല്ലോ ബാക്കിലും അല്ലേ. അപ്പൊ അതിലൊക്കെ എത്രത്തോളം, പിന്നെ സാർക്ക് അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചാൽ അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുമല്ലോ. അതിന്റെ ഒരു പ്രചരണത്തില് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടാകുമ്പോൾ നിരന്തരമായ ഒരു പ്രചരണത്തിന്റെ ഭാഗമാണോ എന്നുള്ളത് അതിനൊന്നും വ്യക്തിഗതമായ ഒരു കാര്യങ്ങൾ നമ്മൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള തെളിവും അതിൽ കാണുന്നില്ല. എന്തായിരുന്നാലും അവര് ആ സിഗ്നലിന്റെ അടുത്ത് വെച്ച് എന്തുണ്ടായിട്ടുണ്ട്, പരസ്പര സംസാരങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടകരമല്ലാത്ത സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും, അത് വളരെ പെട്ടെന്ന് പ്രകോപിതനായതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്, അബദ്ധത്തിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അബ്ദുറഹീമുമായി ബന്ധപ്പെട്ട കാര്യം. സാർ, പിന്നെ എനിക്ക് ഒന്ന് പറയാനുള്ളത്, ഇതിൽ നിരന്തരമായിട്ട് ഒരുപാട് ആളുകൾ ബന്ധപ്പെട്ടിരുന്നു. ഇതിൽ അവിടുത്തെ നിങ്ങൾക്കറിയാം ട്രാൻസ്ലേറ്റർമാർ, നല്ല ട്രാൻസ്ലേറ്റർമാരായിരുന്നു. അവർ നമ്മളോട് നിയമസഹായം തേടിയിരുന്നു. അവർ നമ്മൾക്ക് പേരെടുത്ത് പറയേണ്ട അബ്ദുൾ റസാഖ് സലാഹി, അബ്ദുറഹ്മാൻ മദീനി, അലവിക്കുട്ടി സാഹിബ് എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ കോൾ ആൻഡ് ഗൈഡൻസിലൊക്കെ ജോലി ചെയ്യുന്ന നല്ലവരായ ആളുകളാണ് അവരൊക്കെ. അതുപോലെ മുഹമ്മദ് കുട്ടി കടന്നമണ്ണ,
അവരൊക്കെ ഉം. അപ്പോൾ നിയമനിർദ്ദേശങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അവരൊക്കെ അവരെ ഉം. കൊണ്ട് കഴിയുന്ന പരമാവധി ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഉം. നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്. പിന്നെ ഉം. നമ്മൾക്ക് എടുത്തു പറയേണ്ട വലിയൊരു നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ സജീവമായ സാന്നിധ്യം ഇതില് തുടക്കം മുതൽ ഒടുക്കം വരെ ഇതുവരെ ഉണ്ട്, സജീവമായിരുന്നു. അതിനുവേണ്ടി ഇന്ത്യൻ എംബസി യൂസഫ് കാക്കഞ്ചേരി എന്ന് പറയുന്ന നല്ലൊരു ഉദ്യോഗസ്ഥനെ, നല്ല ഉം. കാരുണ്യമുള്ള ഒരു ഉദ്യോഗസ്ഥനെ, നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇന്ന് വരെ നമുക്ക് നിയമിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹം ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെയാണ് ഇതെല്ലാം ചർച്ച ചെയ്തിരുന്നത്. ഞാൻ ഇതിലേക്ക് സാറോട് അതിന്റെ അവസാനത്തിലാണ് വരുന്നത്. ആദ്യമൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും ഇത് റിയാദിൽ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിന്റെ അവസാനത്തിലാണ് വരുന്നത്. ഇത് ചർച്ച വഴിമുട്ടുകയും ഒക്കെ ചെയ്തപ്പം അഷ്റഫ് വേങ്ങാട് എന്ന് പറയുന്ന, നിങ്ങൾക്കറിയാം, ഇതിന്റെ സജീവ സാന്നിധ്യമായിരുന്ന അഷ്റഫ് വേങ്ങാട് ഒരിക്കലും നമ്മൾക്ക് മറക്കാൻ പാടില്ല. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി ഈ ഓർഗനൈസിംഗിന്റെ പിന്നിൽ വളരെയധികം ഒരുപാട് അധ്വാനിച്ച വ്യക്തിയാണ് അഷ്റഫ് വേങ്ങാട്. അദ്ദേഹം നമ്മുടെ നിയമസഹായ വേദിയിലെ എല്ലാ കാര്യവും നാട്ടിലെയും അതുപോലെ പ്രവാസ ലോകത്തെയും മറ്റുള്ള എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു വലിയ മുഖ്യ പങ്ക് വഹിച്ചു. അതുപോലെ സാറ് ഞാൻ ഈ നമ്മുടെ നിയമസഹായ സമിതിയിലും എടുത്തു പറയേണ്ട ചില ആളുകളുണ്ട്. ഈ ഉദ്യോഗസ്ഥ പിന്നെ അതുപോലെ മുനീബ് പാടൂർ എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യൻ, അതുപോലെ കുഞ്ഞോ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ നല്ലൊരു സ്നേഹമുള്ള ഒരു അതുപോലെ സിദ്ദീഖ് തുബൂർ എന്ന് പറയുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ. ഇവരൊക്കെയാണ് അന്ന്. ഇപ്പോഴാണ് ഇത് ഒന്നുകൂടി ജനകീയമായപ്പോഴാണ് ഒരുപാട് കമ്മിറ്റികൾ ഉണ്ടായത്, സാറിനറിയാലോ. പക്ഷെ തുടക്കം മുതൽ ഇതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചത് എന്താണ്? ഇവര് തന്നെയാണ്. ഞാൻ കൂടുതൽ പരിശ്രമിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ സന്ധിയിൽ എത്തിപ്പെടാൻ വേണ്ടി ഞാൻ ഒരുപാട് ത്യാഗങ്ങൾ അവിടെ നിന്ന് ഇവരോട് കൂടി, പക്ഷേ നമ്മളെക്കാൾ ഒരുപാട് വർഷങ്ങളായിട്ട് ത്യാഗം ചെയ്ത നല്ലവരായ ആളുകൾ അതിലേക്ക് പോലെ റിയാദ് സമൂഹത്തെ. ഈ ഒരു വാർത്ത കേൾക്കുന്നത്, ഈ കുട്ടിയുടെ ഈ മുഹമ്മദ് അനസിന്റെ പിതാവ് കുറച്ചുകൂടി മയമായിരുന്നു, മാതാവ് വന്നപ്പോഴാണ് ഇതിൽ കുറച്ച് കടുംപിടുത്തം വന്നത് എന്ന് കേൾക്കുന്നുണ്ട്. ശരിയാണോ? സാറ് ഇതിന്റെ വെച്ചാല് അത് ശരിയാണ് സാർ. കാരണം അദ്ദേഹം ഒരു മയുള്ള ആള് പറഞ്ഞാല് നമ്മുടെ സംസാരങ്ങളൊക്കെ കേൾക്കുന്ന ആളായിരുന്നു. അദ്ദേഹമായിട്ട് സംസാരിച്ചവരുണ്ട്. അപ്പൊ ഒരു നല്ല രൂപത്തിൽ തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹം ഇതേപോലെ അബ്ദുറഹീമിന്റെ ഉപ്പ മരിച്ചല്ലോ, അതേപോലെ ഈ അനസിന്റെ ഉപ്പയും അത് ഫായിസ് ഷെയ്രി മരണപ്പെട്ടു. പിന്നീടാണല്ലോ ഈ അനന്തരാവകാശികളിലേക്ക് പോയപ്പോഴാണ് ഈ കേസ് 18 വർഷം നീളാനും ഈ മരിക്കപ്പെട്ട അനസിന്റെ സഹോദരിമാർക്ക് പ്രായപൂർത്തിയായിരുന്നില്ല. അപ്പൊ സൗദി അറേബ്യയിൽ പ്രായപൂർത്തി എത്തുന്നത് വരെ അവൻ ജയിലിൽ കിടക്കുകയും പ്രായപൂർത്തി ആയതിനു ശേഷം കുട്ടികളുടെ മൊഴി, അതായത് എന്താണ് പ്രതിക്രിയ അതായത് അതിൽ ഉറച്ചു നിൽക്കുന്നോ എന്നുകൂടി നോക്കിയതിന് ശേഷമാണ് അനസിന് എന്താക്കിയത്, അബ്ദുറഹീമിന് ഈ ശിക്ഷാവിധി കോടതി വിധിച്ചത്. അതിനു വേണ്ടി കൂടി 18 വർഷം എടുത്തു എന്നുള്ളതാണ് നിയമപരമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അബ്ദുറഹീമിന്റെ ഉമ്മയോ പിതാവോ വല്ലതും ഇതിന്റെ ഒരു ഇടപെടലായി ഈ വന്ന് മറ്റേ ഉമ്മയോ ഉപ്പയോ കാണാൻ വേണ്ടി അവിടെ വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വല്ലതും അറിയാവോ? ഇല്ല സാറേ, അത് എന്താ വെച്ചാല് നമ്മൾ ഈ നിയമസഹായ വേദിയോട് ഇവർ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ ഏതെങ്കിലും ഭാഗത്തു നിന്നോ ഏതെങ്കിലും കാരുണ്യത്തിന്റെ അംശങ്ങളോ ഇതുപോലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ ഞങ്ങൾ ഇതിൽ നിന്ന്, ഈ ദിയാദനത്തിൽ നിന്ന് പിന്മാറും എന്നുള്ളത് ഞങ്ങളോട് ശക്തമായി ഈ പ്രതിഭാഗത്തിന്റെ വക്കീല് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ പല ആളുകളും ഉമ്മയെ ഇവിടെ കൊണ്ടുവന്നെത്തി, അത് പല സംശയങ്ങളുണ്ടാവുമല്ലോ, സാർക്കറിയാലോ. ഉംറ കൊണ്ടുവന്നതിന് ശേഷം അതൊക്കെ നിയമപരമായിട്ട് സാധുവാണ്, നിങ്ങൾക്കറിയാലോ, ജയിൽ സന്ദർശിക്കാനൊക്കെ. പക്ഷെ അത് എത്രത്തോളം നമ്മൾക്ക് അത് ഉപകാരപ്പെടും എന്നുള്ളത്, നമ്മൾക്ക് എന്താണ് അബ്ദുറഹീമിന്റെ മോചനത്തിന് സാധ്യമാവും എന്നുള്ളത് നമ്മൾ ഇവരുടെ ഈ സംസാരങ്ങളും ഇവരുടെ ഈ നമ്മളുടെ മുന്നറിയിപ്പൊക്കെ നൽകിയപ്പോൾ നമ്മൾ ബോധപൂർവം അതിനെ തഴഞ്ഞതാണ് സാർ. ഓക്കെ. ഈ പ്രതിഭാഗം വക്കീൽ ഈ ബ്ലഡ് മണി എന്തിനാണ് ഉപയോഗിക്കാൻ പോകുന്നത്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല സാർ, നമ്മളുടെ ഇതിന്റെ തുടക്കത്തിൽ ഇതിൽ ഏകദേശം നമ്മൾ നിരന്തര ചർച്ചകൾക്കൊടുവിൽ ഒരിക്കലും ഒരു വിട്ടുവീഴ്ച അവരുണ്ടായിരുന്നില്ല. അവസാനം ആ ചർച്ചയുടെ ലാസ്റ്റ് വന്നപ്പോൾ എന്നാൽ ഒരു പള്ളി കയറ്റിക്കൂടെ എന്നുള്ള ചെറിയ ഒരു സംഗതി വന്നു ചർച്ചയിൽ. അതുമല്ല നമ്മൾ പിടിച്ചത്. അപ്പൊ അവർ ഏകദേശം ചർച്ചയിൽ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായപ്പോൾ അതിന്റെ സന്തോഷത്തിൽ നമ്മൾ പിടിച്ചു. പക്ഷെ പള്ളി കയറ്റിയാല് എന്തുണ്ടാവില്ല, ചിലപ്പോ അതിന്റെ മറ്റു കാര്യങ്ങളൊന്നും ഇവർക്ക് താല്പര്യമില്ല എന്നുള്ളത് അറിഞ്ഞു. അതിന് നമ്മുടെ പ്രതിഭാഗം വക്കീലിന്റെ ഭാഗത്തു നിന്നാണോ? പള്ളി കയറ്റിയാൽ പറഞ്ഞാൽ മനസ്സിലായില്ല. അല്ല, പള്ളി പറഞ്ഞാല് അവരുടെ, അതായത് ഈ ദിയാദനം, നിങ്ങളൊരു പള്ളി മരിച്ചു പോയ അനസിന്റെ പേരിൽ ഞങ്ങൾ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് നിർമ്മിച്ചു കൊടുത്താൽ
അബ്ദുറഹീമിനെ മോചിപ്പിക്കാം എന്നുള്ള ഒരു ആശയാണ് ആദ്യം വന്നത്. അവര് വന്നത്. ആ ആ അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോ നമ്മൾ 5 മില്യണിലെ ഒരു പള്ളി അങ്ങോട്ടൊക്കെ പോയപ്പോൾ പിന്നെ പ്രതിഭാഗം വക്കീൽ അതിൽ നിന്ന് കുടുംബം പിന്മാറിയിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ഞങ്ങൾക്ക് ക്യാഷ് തന്നെ വേണം എന്നുള്ളതിൽ ഉറച്ചു നിന്നു. അപ്പൊ നമ്മൾക്ക് അതിലായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഓക്കെ. അല്ല, സാധാരണ ഇങ്ങനെ ഈ ബ്ലഡ് മണി അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായിട്ടാണോ അവർ ഉപയോഗിക്കാറുള്ളത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളാണോ സാധാരണ സൗദിയിൽ ചെയ്യുന്നത്? അല്ല സാറ്, സൗദി അറേബ്യ ഒരു ഒരുപാട് നല്ല കാരുണ്യബുദ്ധികളായ സ്വദേശികളുടെ നാടാണ്. ഒരുപാട് ഇന്ത്യക്കാർക്ക് മോചനം നൽകിയ നമ്മൾ പോലും അറിയില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു ആന്ധ്ര സ്വദേശി ഇതുപോലുള്ള ഒരു കൊലപാതകത്തിൽ ഒരു കർഷകനെ എന്തോ വധിച്ചപ്പോ അവിടെ നമ്മൾ അറിയാതെ മോചിപ്പിച്ച ഒരാളുടെ ഒരു സൗദി പൗരനാണ്. എത്ര മില്യണൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൗദിയിലുള്ള ഒരുപാട് ഈ ശിക്ഷ അനുഭവിക്കുന്ന ഇന്ത്യക്കാർ എത്രയോ മില്യൺ കൊടുത്തു എന്ന് പറഞ്ഞാൽ അല്ലെ അതായത് ഈ വധിക്കപ്പെട്ട ആളുടെ കുടുംബങ്ങൾക്ക് ഒരു സൗദി പൗരൻ, ഈ കുടുംബവുമായിട്ട് ഇന്ത്യക്കാരന്റെ ഈ കുടുംബവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സൗദി പൗരൻ അത് നൽകിയപ്പോ മോചിതനായി നാട്ടിലെത്തി. ഇതുപോലെ ഒട്ടനേകം സംഭവങ്ങളുണ്ട്. ഇന്ത്യൻ എംബസിക്ക് തന്നെ ആ വിഷയങ്ങളൊക്കെ അറിയാം. അത്രത്തോളം നല്ല ഒരു രൂപത്തിലാണ് സൗദി പൗരന്മാരൊക്കെ നമ്മളോട്, ഇന്ത്യക്കാരോടും മലയാളികളോടൊക്കെ പെരുമാറുന്നത്. കാരണം ഇതൊക്കെ ചിലപ്പോ നമ്മൾ പറഞ്ഞ പോലെ അബദ്ധവശാലോ അല്ലെങ്കിൽ സാന്ദർഭികമായ ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ദിയാദനത്തിനൊക്കെ വളരെയധികം ഉത്സാഹത്തോടു കൂടി തന്നെയാണ് സൗദി പൗരന്മാർ ഇറങ്ങാറുള്ളതും ആ ദിയാദനൊക്കെ സമാഹരിക്കാറുള്ളതും. അതിൽ സ്വദേശി എന്നോ വിദേശി എന്നോ ഉള്ള ഒരു വ്യത്യാസവും കാഴ്ചപ്പാടൊന്നും അവർ കാണിക്കാറില്ല എന്നുള്ളത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം സാർ. ഇപ്പൊ നമ്മൾ ഈ വ്യവസ്ഥിതിയെയും ഈ ജുഡീഷ്യറിയെയും ഒക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ നടത്തുന്ന ചർച്ചകൾ, അതെന്തെങ്കിലും ആ നാട്ടിലെ ഈ സംവിധാനത്തിനോ ജുഡീഷ്യറിക്കോ സോഷ്യൽ ജസ്റ്റിസിലോ ഒക്കെ എത്തിപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായി വല്ലതും താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ല, ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മളുമായിട്ട് ബന്ധപ്പെടുമല്ലോ സാർ. അപ്പൊ നമ്മൾ ഈ നിയമസഹായ സമിതി ഇതിൽ ആദ്യം തന്നെ എടുത്ത തീരുമാനം, നമ്മളുടെ ഈ ദിയാദനം നൽകി മോചിപ്പിക്കുക എന്നുള്ളത് സൗദി അറേബ്യയുടെ നിയമത്തിന്റെ വൃത്തത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്. എന്നാൽ നമ്മള് സൗദി കോടതി കുറ്റവാളിയായി കണ്ട ഒരാളുടെ നിയമപരമായ കാര്യങ്ങളിലേക്ക് പോകേണ്ട ഒരാവശ്യമില്ല. അത് അങ്ങനെ തന്നെ, അത് നമ്മൾക്ക് പോവേണ്ട ഒരു ആവശ്യം ഇന്നേ വരില്ല. പോവേണ്ട വേളകളിലൊക്കെ നമ്മൾ അപ്പീലുമായിട്ട് പോയിട്ടുണ്ട്, മേൽക്കോടതികളെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ സൗദി കോടതികളുടെ വിധിയെ മാനിക്കുന്നതോടൊപ്പം അവിടെ ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ടല്ലോ സൗദിയുടെ നിയമമൊക്കെ പാലിച്ച് ജീവിക്കുന്ന. അപ്പം ഒരിക്കലും അതിന്റെ ഒരു ജുഡീഷ്യറി സംവിധാനത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യവും ആരിൽ നിന്നുണ്ടായാലും ഒരിക്കലും ഈ കമ്മിറ്റി അവരെ വെച്ചു പൊറുപ്പിക്കില്ല എന്ന് തന്നെ ശക്തമായ സന്ദേശം തന്നെ നമ്മളുടെ തുടക്കം മുതൽ തന്നെ കൊടുത്തിട്ടുണ്ട് സാർ. ഇനി ഇതിൽ ഒറ്റ കുസൃതി ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ സാധാരണ ഇത്രമേൽ സമാഹരിച്ച് ഇതെല്ലാം പുറത്തിറക്കിയിട്ടായിരിക്കും അബ്ദുൾ റഹീം നാട്ടിലെത്തുക. നന്നായിരിക്കട്ടെ, അദ്ദേഹം നാട്ടിലെത്തട്ടെ, ഉമ്മയോടൊപ്പം ചേരട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അപ്പൊ അങ്ങനെ തിരിച്ചു വരുമ്പോ നമ്മളിലെ ചില ജയിലുകളിൽ അകപ്പെട്ട നിരപരാധികളെ ഇങ്ങനെ ശിക്ഷിച്ചതിന് ശേഷം വരുമ്പം കൊണ്ടുവരുന്നത് പോലെയുള്ള ഒരാഘോഷത്തിനോ ഒരാഹ്ലാദത്തിനോ അതിൽ പ്രസക്തിയുണ്ടോ? അല്ല, അബ്ദുറഹീം മോചിതരാവട്ടെ. അബ്ദുറഹീമിന്റെ ഉമ്മയെ ഇന്നലെ സന്ദർശിച്ചിരുന്നു, വളരെയധികം ഇന്നലെയൊക്കെ പൊട്ടിച്ചിരിച്ചു. അപ്പോ അത് ആ ഉമ്മ നിങ്ങൾക്കറിയാലോ. അബ്ദുറഹീം എന്നുള്ളത് ഒരു മലയാളി മനസ്സ് തന്നെ, വളരെ സന്തോഷം. നമ്മള് ഈ ചോദ്യമൊക്കെ ചോദിക്കുകയാണെങ്കിലും അബ്ദുറഹീം മോചിതനാവണം എന്നുള്ളത് എല്ലാ മലയാളി മനസ്സിന്റെയും നന്മയുടെ ഒരു പ്രതീകം തന്നെ. അബ്ദുറഹീം വരട്ടെ, അബ്ദുറഹീം സന്തോഷകരമായിട്ട് ജീവിക്കട്ടെ. കാരണം നിങ്ങൾക്കറിയില്ല, അബ്ദുറഹീമിന്റെ അടുത്ത് നിന്ന് അബദ്ധവശാൽ ചിലപ്പോൾ സംഭവിച്ചു പോയതാക്കാം. അപ്പം അത്തരം ഒരു നീണ്ട കാര്യങ്ങൾ, പക്ഷെ സൗദി ജുഡീഷ്യറിയെയോ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു കാര്യവും നമ്മുടെ ഇന്ത്യക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. കാരണം ഇത്രയൊക്കെ സാറിന് അറിയാലോ, എത്ര കളക്ഷൻ കൊണ്ടാണ്, എത്ര ദിവസം കൊണ്ടാണ് ഈ കളക്ഷൻ ആപ്പിൽ വന്നത് സാറിന് അറിയാലോ. ഈ 34 കോടി അവിടെ നിരന്തരമായിട്ട് റിയാദിലും ദമാമിലും സൗദിയുടെ വിവിധ പ്രവിശ്യകളിലും എല്ലാ പ്രവാസ ലോകത്തും അവരൊക്കെ ജാഗ്രതയോട് കൂടി പ്രവർത്തിച്ച് എത്രത്തോളം ക്യാഷ് അയച്ചു. എന്താ അവിടെ നിയമപാലകരില്ല ഇന്ത്യക്കാരെ കുറിച്ചുള്ള മതിപ്പും മേന്മയും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം സാറിനോട് ചോദിക്കാനുള്ളത്, നമ്മൾ ഇദ്ദേഹത്തിന്റെ ധനസമാഹരണത്തിന്റെ ഘട്ടത്തിൽ ഒരു പ്രത്യേക ഡേറ്റ് പറഞ്ഞിട്ട് ഇത്ര ദിവസം കൂടിയേ ഉള്ളൂ തൂക്കുമരത്തിലേറാൻ, അതുകൊണ്ട് ഇത്ര ദിവസം അകലെയാണ്, ആ ദിവസങ്ങൾക്കകം അത് സമാഹരിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. 16-ാം തീയതിയോ 17-ഓ മറ്റൊരു ഡേറ്റും പറഞ്ഞിരുന്നു. അങ്ങനൊരു
തൂക്കിക്കൊല്ലുന്ന ദിവസം തീരുമാനിച്ചിരുന്നോ കോടതി, അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിരുന്നു? ഇല്ല സാർ, അത് പിന്നെ ഇത് നമ്മുടെ റഹീമിന്റെ ഫയൽ ഓൾറെഡി വിധി നടപ്പിലാക്കാൻ വേണ്ടി ആഭ്യന്തര മന്ത്രാലയത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾക്ക് ബന്ധപ്പെട്ടപ്പോ ഇന്നലെ അറിയാൻ സാധിച്ചത്. ആ. അപ്പോ ഈ ഈ ഇതിന് കാരണം ഈ 4 ദിവസം എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ആദ്യം അവർ 3 മാസം ടൈം അനുവദിച്ചത് നമ്മുടെ സംസാരത്തിൽ. അത് ഞങ്ങൾ, അതായത് ഈ 15 മില്യൺ 3 മാസം ടൈം അനുവദിച്ചാൽ നമ്മൾക്ക് കൊണ്ട് എത്രത്തോളം കളക്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള വിഷമം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പൊ പിന്നീട് അത് അവര് നമ്മൾ റിക്വസ്റ്റ് നടത്തിയതിന്റെ പേരിൽ ഒരുപാട് സംസാരിച്ചതിന്റെ പേരിൽ 6 മാസം. അങ്ങനെ ഒക്ടോബർ 16-ാം തീയതിയാണ് ഈ കുടുംബത്തിന്റെ ലെറ്റർ ഒഫീഷ്യലായി സൗദി വിദേശകാര്യ മന്ത്രാലയം നമ്മുടെ ഇന്ത്യൻ എംബസിക്ക് കൈമാറുന്നത്. അവര് ഒക്ടോബർ 16-ന് ഈ സമ്മതിച്ചുകൊണ്ട് ഇത്രയും തുക സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇത്ര സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ അതിന്റെ കൈപ്പറ്റാൻ നമ്മൾക്ക് ഏകദേശം ഡിസംബർ ഏകദേശം 20-ഓ 21-ഓ വേണ്ടി വന്നു. അപ്പോഴന്നെ നമ്മൾക്ക് ഏകദേശം 2 മാസം അതിൽ പോയി. ബാക്കി 4 മാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇന്ത്യൻ എംബസി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ അബ്ദുറഹീമിന്റെ കുടുംബത്തെ വിവരം അറിയിച്ചു. അവർ റെഡി ആയിട്ടുണ്ട് ഇത്തരം തുക എന്നുള്ള രേഖാമൂലം തന്നെ അറിയിച്ചു. അപ്പൊ നമ്മള് വളരെ പെട്ടെന്ന് ഈ റമദാൻ തന്നെ അതിന് വേദിയാകണം എന്നുള്ള ഒരു ഉറപ്പിന്റെ മേലില് ഒന്നുകൂടിയും പറയട്ടെ, അഷ്റഫ് വേങ്ങാടിന്റെ നിതാന്ത ജാഗ്രത വളരെ ശക്തമായി നമ്മൾ ഇവിടെ ഒരു പബ്ലിക് ട്രസ്റ്റ് ഉണ്ടാക്കി, അതിന് പ്രത്യേകമായ ആപ്പ് ഉണ്ടാക്കി, അതിന് വേണ്ട നിങ്ങൾക്കറിയാം അക്കൗണ്ട്സ് നാട്ടിൽ തന്നെ തുടങ്ങാനുള്ള നിയമ സംവിധാന കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ നിന്ന് ഇവിടെ നാട്ടിലെത്തി. അങ്ങനെ നാട്ടുകാരായ നിങ്ങൾക്കറിയാം ആലിക്കുട്ടി മാസ്റ്റർ, സുരേഷ് മാസ്റ്റർ, ഗിരീഷ് പോലുള്ള ഒരു നേതാക്കന്മാർ ഇതൊക്കെ നിയന്ത്രിക്കാൻ നാട്ടിലും അതുപോലെ റഹീമിനുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ശ്രമിച്ചു. അപ്പൊ ഈ 16 എന്നുള്ളത് നമ്മൾക്ക് നൽകിയ ഒരു ഡേറ്റ്, അത് തൂക്കിക്കൊല്ലാൻ ഉള്ള ഒരു ഡേറ്റ് അല്ല, അതൊക്കെ കോടതി തീരുമാനിക്കേണ്ടതാണല്ലോ എന്നാണ് എന്നുള്ളതൊക്കെ. അത് അവർക്ക് അറിയാം. അത് നമ്മൾക്ക് തന്ന ഡേറ്റ് ഉണ്ടല്ലോ ഈ ദിയ നൽകാൻ. പക്ഷെ നമ്മൾ ഇന്നലെ അവരുമായിട്ട് സംസാരിച്ചു. എംബസി അത് രേഖാമൂലം പ്രതിഭാഗം വക്കീലിന് കൈമാറി. നമ്മുടെ ക്യാഷ് ഓൾറെഡി ഉണ്ട്, അത് എത്തിക്കാനുള്ള സംവിധാനങ്ങളിലാണെന്നൊക്കെ പറയും, രേഖാമൂലം കൈമാറി. ആ വിവരം ഇന്നലെ നമ്മൾ ഇവരുമായിട്ടുള്ള ഓൺലൈൻ മീറ്റിംഗിൽ അവര് ആ വിവരം പറയുകയും ചെയ്തു. സന്തോഷകരമായ ഒരു വാർത്തയാണ്. ഇനി ആ ഇഷ്യൂ ആക്ച്വലി ക്ലോസ് ചെയ്തു. ഇനി അതിലെന്തെങ്കിലും അവരുടെ ഒരു പിന്മാറ്റമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഗതിയോ നമുക്ക് പ്രതീക്ഷിക്കേണ്ട? ഇല്ല, പിന്മാറാൻ സാധ്യതയില്ല. പിന്മാറാനുള്ള ഒരു സാധ്യത ഇല്ല. പക്ഷെ നമ്മൾ ഒന്നുകൂടി നമ്മൾ ക്യാഷ് എത്തിക്കുക മാത്രമാണ് ചെയ്തത്. ഒരിക്കലും ഈ നിയമ സംവിധാനങ്ങളെ അവഹേളിക്കുകയോ അവരുടെ നമ്മളൊക്കെയുള്ള രാഷ്ട്രത്തെ അവഹേളിക്കുകയോ അവരുടെ നിയമത്തെ അവഹേളിക്കുകയോ ആ കുടുംബത്തെ പറ്റി എന്തെങ്കിലും പറയുകയോ ചെയ്താൽ അവർക്ക് പിന്മാറാലോ. അപ്പം അത്ര സൂക്ഷ്മമായിട്ടാണ് നമ്മളത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സംബന്ധിച്ച് ഒന്നും പറയരുത് എന്നുകൂടിയാണ് അങ്ങ് പറയുന്നത്. അതെ, ഈ സ്റ്റേജിൽ അവരെ സംബന്ധിച്ച് നമ്മൾ ഒന്നും പറയരുത്. അത് മാത്രമല്ല, അവർ ഈ കളക്ട് ചെയ്ത ക്യാഷ് എന്ത് ഉദ്ദേശത്തിന് വേണ്ടി ചെലവഴിക്കുക എന്ന് പോലും നമ്മൾക്ക് സൂചന അല്ലല്ലോ. നമ്മൾ കഴിയുന്നതും നമ്മൾ പലപ്പോഴും അതിന്റെ വേളകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ അബ്ദുറഹീമിന്റെ കുടുംബത്തിന്റെ അവസ്ഥ, അദ്ദേഹത്തിന്റെ വാപ്പ മരിച്ചുപോയി, ഉമ്മയുടെ വാർദ്ധക്യ അതുപോലെ അദ്ദേഹത്തിന് വളരെയധികം ദാരിദ്ര്യ അവസ്ഥ ഒക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ മലയാളിയുടെ പോക്കറ്റിൽ നിന്നുമാണ് ഇത് വരുന്നതും എന്നും അവരോട് നമ്മൾ ഓൾറെഡി സംസാരിച്ച വിഷയം. അപ്പം അതാണ് നമ്മൾ ഈ റിയാദിലെ നിയമസഹായ വേദി എടുത്ത ഒരിത് അബ്ദുറഹീം മോചിതനാവണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. അദ്ദേഹത്തിന്റെ നാട്ടിലെത്തിക്കണം. അതിനുള്ള നിതാന്ത ശ്രമത്തിൽ തന്നെയാണ് നമ്മുടെ ഈ കമ്മിറ്റികളും അതുപോലെ ഒരുപാട് പ്രവാസ ലോകത്തുള്ള ഒരുപാട് ആളുകൾ, റിയാദും അതുപോലെ എല്ലാ ആളുകളും അതിനുവേണ്ടിയുള്ള നിതാന്ത ശ്രമം. ഈ സാമ്പത്തികം കൈമാറി കഴിഞ്ഞ് ഇതിന്റെ രേഖകൾ കോടതിയിൽ സമർപ്പിക്കൂ. അതെ, ഈ സാമ്പത്തിക ഈ സമയത്തിന്റെ കാര്യങ്ങൾ സാറേ, സമയം കുറച്ച് എടുക്കാൻ സാധ്യതയുണ്ട് സാറേ. കാരണം നിയമപരമായ കാര്യങ്ങളിൽ കൂടി തന്നെ അത് വരണം, അറിയല്ല. അത് ആ റിപ്പോർട്ട് അവരുടെ വധിക്കപ്പെട്ട അനസിന്റെ കുടുംബങ്ങൾ കോടതിക്ക് അറിയിച്ച് രേഖാമൂലം കൊടുക്കണം. അങ്ങനെ കോടതി മേൽക്കോടതിയിൽ അപ്പീൽ പോകാനുള്ള ഒരു സമയം നിശ്ചയിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടോ ഈ വിഷയത്തിൽ അത് വെയിറ്റ് ചെയ്തിട്ട് നേരെ മുകളിലോട്ട് പോയി അവിടെ നിന്ന് ഗവർണറേറ്റ് ഹൗസിലേക്ക് വന്ന് ആ വഴി ജയിലിലെത്തിയാൽ ആർക്ക് മോചിതനാകാം? അബ്ദുറഹീമിന് മോചിതനാകാം. അപ്പോ ഇതുപോലുള്ള നിയമപരമായ ചില കാര്യങ്ങളാണ്. അത് എത്ര സമയമെടുക്കും എന്നൊന്നും നമ്മൾക്ക് പറഞ്ഞുകൂടാ. എന്തായിരുന്നാലും വളരെ പെട്ടെന്ന് ഈ ചൊവ്വാഴ്ച തന്നെ അതിന് വേണ്ടി നിരന്തരമായി ശ്രമിക്കും എന്നുള്ളത് 2 വക്കീൽമാരും
നമ്മൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവരതിന്റെ പണിയുമായിട്ട് പോകുന്നുണ്ട്. ഇന്ത്യൻ എംബസിയിലെ യൂസഫ് സാഹിബ് കാക്കഞ്ചേരി അതിന്റെ നിതാന്ത ശ്രമത്തിലുണ്ട്. അഷ്റഫ് സാഹിബും എല്ലാ അതിന്റെ കോർഡിനേഷനുമായി വളരെ ഓടി നടക്കുന്നുണ്ട്, മുന്നിലാണ്. അപ്പം ഈ കാര്യങ്ങൾ ആണ്. ഈ പ്രതിഭാഗം വക്കീൽ സൗദിയാണോ? അതെ, സൗദിയാണ്. അബൽ മുബാറക്, അതെ, സൗദിയാണ്. എല്ലാവരും സൗദിയാണല്ലോ. നമ്മൾക്ക് അവിടെ കോടതിയിൽ ഇപ്പൊ നിലവിലുള്ള നിയമത്തിൽ നമ്മൾക്ക് പിന്നെ വിദേശികൾക്ക് ബാധിക്കാനുള്ള അവകാശമില്ലല്ലോ, അവസരമില്ലല്ലോ. പിന്നെ മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ സാധാരണ ഇതുപോലെ തൂക്കിക്കൊല്ലുന്ന ആളുകൾക്കൊക്കെ ഇത്രയും സമയം കിട്ടാറുണ്ടോ? ഈ 17 വർഷം കഴിഞ്ഞൊക്കെയാണോ ഈ തൂക്കിക്കൊല്ലൽ എന്ന് പറയുന്ന വിധി നടപ്പിലാക്കലിലേക്ക് പോകുന്നത്? ഇല്ല സാർ, അതെന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ല, നിയമപരമായിട്ട് കുട്ടികൾക്ക് ഇവരുടെ പിന്നെ വാപ്പ മരിച്ചു, ഈ ഫായിസ് ഈ കുട്ടിയുടെ. അപ്പൊ പിന്നെ അനന്തരാവകാശികളായി കുട്ടികൾ വരുന്നതുകൊണ്ട് അവർക്ക് പ്രായപൂർത്തിയായിട്ടില്ലായിരുന്നു. 1-2 കുട്ടികൾ, ആ സഹോദരങ്ങൾ. അപ്പൊ അവരുടെ പ്രായപൂർത്തി ഡേറ്റ് ആവുമ്പോൾ അവരുടെ അഭിപ്രായം കൂടി കോടതി ആരാഞ്ഞതിന് ശേഷം മാത്രമേ ആ അന്തിമമായ വിധിയിലേക്ക് പോകും. യഥാർത്ഥത്തിൽ അതൊക്കെ കൂടിയാണ് നമുക്ക് ഇപ്പൊ ഇതിനൊരു സാവകാശം കിട്ടിയത്. ആ സാവകാശം കിട്ടി, അതുകൂടി വിധിയിൽ എന്തുണ്ട്, ഒരു കാലതാമസത്തിന്റെ കാരണമാണ്. ഓക്കെ, അപ്പോ അഭിനന്ദനങ്ങൾ എല്ലാവർക്കും. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആത്യന്തികമായ എന്നുകൂടി എന്റെ സാറ് ഒരു ചെറിയൊരു എന്റെ പ്രവാസി സുഹൃത്തുക്കളോട് ഒരു ചെറിയൊരു റിക്വസ്റ്റ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും നിയമത്തിന്റെ അജ്ഞത കൊണ്ട് നമ്മൾ ഒരിക്കലും ജയിലറ എന്താക്കിക്കൂടാ, വിലക്ക് വാങ്ങിക്കൂടാ. നമ്മൾ അതാത് രാഷ്ട്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം, സൗദി അറേബ്യയിലൊക്കെ ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ട്. അവിടുത്തെ നിയമങ്ങളെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കുകയും ആ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുകയൊക്കെ ചെയ്താൽ വളരെ സുഖമായിട്ട് പോകുന്ന, നിങ്ങൾക്കറിയാം, ഒരുപാട് പതിറ്റാണ്ടുകൾ അവിടെ ഒരു പ്രശ്നമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇത്തരം ചില കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഇത്തരം മറച്ചു വെക്കുക എന്നുള്ളതിലേക്കൊന്നും ഒരിക്കലും പോകാൻ പാടില്ല. അങ്ങനെ നിരപരാധി മറച്ചു, അതെ, അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഒരിക്കലും, അതൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ പ്രവാസികളായ ആളുകൾ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ ആ രാഷ്ട്രത്തിലെ നിയമങ്ങൾ ആദരിക്കേണ്ടവരാണ്, മാനിക്കേണ്ടവരാണ്, ബഹുമാനിക്കേണ്ടത്. ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ ഇതിനു വേണ്ടി അരങ്ങിലും അണിയറയിലും പേരറിഞ്ഞും പേരറിയാതെയും ആഗ്രഹങ്ങൾ കൊണ്ടും സാമ്പത്തികം നൽകിയും പ്രാർത്ഥന കൊണ്ടും ഒക്കെ ചേർത്ത് വെച്ച ഒരുപാട് സുമനസ്സുകൾ, വ്യത്യസ്ത ജാതിയിലും മതത്തിലുമൊക്കെ പെട്ട ധാരാളം മനുഷ്യർ, ആ മനുഷ്യരുടെ ഒക്കെ ആ ശ്രമങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. അവർക്കൊക്കെ ഉടയതമ്പുരാൻ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ഈ പറഞ്ഞതുപോലെ വളരെ സുരക്ഷിതമായി അദ്ദേഹം നാട്ടിലെത്തുന്നത് വരെ ഈ വ്യവസ്ഥയെയോ അല്ലെങ്കിൽ ആ കുടുംബത്തെയോ ഒക്കെ അപമാനിക്കുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അവർക്ക് മറിച്ചൊരു വേദന തോന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ ഇദ്ദേഹം സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ നിയമം അറിയില്ല എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കവചമല്ല, അറിയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുകയും നമുക്കിഷ്ടമില്ലാത്ത ജോലിയോ ബുദ്ധിമുട്ടുള്ളതോ ആണെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും മാർഗം സ്വീകരിക്കുന്നതിന് പകരം നിയമവിരുദ്ധമായ ഒരു കാര്യത്തിലേക്കും ആരും കടക്കരുത് എന്നുള്ള ഒരു പ്രത്യേക അനുഭവം കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ചക്ക വീണു മുയൽ ചത്തു എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഒരു ആവേശത്തെ വികാരത്തിൽ ഒരു 34 കോടി രൂപ പെട്ടെന്നായി എന്ന് കരുതി എല്ലാ സന്ദർഭങ്ങളിലും അങ്ങനെ പെരുമാറണമെന്നും പ്രതികരിക്കണമെന്നും ഒന്നും നിർബന്ധമില്ല. അതുകൊണ്ട് അതുകൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ഒരുപാട് സന്തോഷം സാർ, പങ്കെടുത്തതിനും വിവരങ്ങൾ പങ്കുവച്ചത്. നന്ദി സാർ, താങ്കൾ പരിചയപ്പെട്ടതിനും തങ്ങളുടെ ഇത്തരം നന്മയുടെ വിഷയങ്ങൾ താങ്കളുടെ ചാനലിലൂടെ സമൂഹത്തിലെത്തിക്കുന്നതിനും വളരെയധികം കടപ്പാടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു സാർ. സന്തോഷം. താങ്ക് യു.